നിലവാരമുള്ള റോഡുകളാണ് സർക്കാർ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നിർമ്മിക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ പഞ്ചായത്തിലെ കളിക്കനത്തൂർ പുത്തൻകുളങ്ങര റോഡിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ ക്ഷേത്ര ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവാരമുള്ള റോഡുകളാണ് സർക്കാർ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നിർമ്മിക്കുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കിളിക്കനത്തൂർ പുത്തൻകുളങ്ങര റോഡിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ ക്ഷേത്ര ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു റോഡാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി PMGSY ഉപയോഗിച്ച് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 5.21 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 3 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന്റെ 60% സംസ്ഥാന ഗവൺമെന്റ് 40% തുകയാണ് ഇന്ന് വിനിയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ബഹുമാനപ്പെട്ട MP പറഞ്ഞു. നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 റോഡുകളാണ് PMGSY വന്നത്. അതൊന്ന് മുളക്കട പഞ്ചായത്തിലെ താഴംഭാഗം ഭാഗത്തിന് റോഡാണ്. ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു റോഡാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി PMGSY ഉപയോഗിച്ച് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. 5.21 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 3 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന്റെ 60% സംസ്ഥാന ഗവൺമെന്റ് 40% തുകയാണ് ഇന്ന് വിനിയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ബഹുമാനപ്പെട്ട MP പറഞ്ഞു. നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 റോഡുകളാണ് PMGSY വന്നത്. അതൊന്ന് മുളക്കട പഞ്ചായത്തിലെ താഴംഭാഗം ഭാഗത്തിന് റോഡാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2 റോഡുകളാണ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചത്. ഇത് പൂർത്തീകരിക്കാൻ നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും വിജയകരമായി പൂർത്തീകരിക്കാനായി. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ റോഡുകളാണ് പദ്ധതിയിലൂടെ നിർമ്മിച്ചിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12, 13, 15 വാർഡുകളിലൂടെയാണ് കിളിക്കനത്തൂർ പുത്തൻകുളങ്ങര റോഡ് കടന്നുപോകുന്നത്. 5.12 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം. മാവേലിക്കര ബ്ലോക്കിലെ ചെറുകോൽ വടക്ക്, കാരാഴ്മ, അരീക്കരപ്പടി എന്നീ സ്ഥലങ്ങളെ ജില്ലാതല റോഡായ കായംകുളം തിരുവല്ല റോഡുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 60% ഫണ്ടും സംസ്ഥാന സർക്കാരിന്റെ 40% ഫണ്ടും വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 5 വർഷത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ 3 കോടി രൂപയാണ് ചെലവ്. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അധ്യക്ഷത വഹിച്ചു. മാന്നാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 5 വാർഡുകളിലെ ഗ്രാമീണ റോഡുകളെ കണക്ട് ചെയ്യുന്നത് നിർമ്മിച്ച ഒരു റോഡാണ് നമ്മൾ കാണിച്ചത്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ നിർമ്മാണം പലതരത്തിലുള്ള തടസ്സങ്ങൾ കാരണം ഇവിടെ റിപ്പോർട്ട് പറഞ്ഞു 2022 നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ BK പ്രസാദ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ശാലിനി രഘുനാഥ്, വത്സര ബാലകൃഷ്ണൻ, BR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരകൽ, സുജിത്ത് ശ്രീരംഗം, സജു തോമസ്, അനീഷ് മണ്ണാരേത്ത്, മധു പുഴയോരം, രാധാമണി ശശീന്ദ്രൻ, അജിത്ത് പഴവൂർ, VK ഉണ്ണികൃഷ്ണൻ, S ശാന്തിനി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.